അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള വായനക്കാരെ, അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം വിവരിക്കുന്ന സീറ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ അഹ്മദിയ ഖാദിയാനി നേതാവ് മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹ്മദ് എന്നിവർ രചിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ജീവിതം എന്ന ഗ്രന്ഥമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഈ ഒരു ഗ്രന്ഥം ഉറുദു ഭാഷയിലാണ് ഗ്രന്ഥകാരൻ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് രചിച്ചിട്ടുള്ളത്. പിന്നീടത് 2000 അബ്ദുറഹീം എന്നവർ വിവർത്തനം ചെയ്തതാണ് മലയാളത്തിലേക്ക്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലേക്കും ഈ ഒരു ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതം പരിപൂർണമായി അതേ രീതിയിൽ ഒപ്പിയെടുക്കാൻ മിർസ ബഷീറുദ്ദീൻ മഹ്മൂദ് അഹമ്മദ് വളരെയേറെ പ്രയത്നിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം മലയാളത്തിൽ വായിച്ചപ്പോൾ എനിക്ക് തോന്നി. ഈ ഒരു ഗ്രന്ഥം അദ്ദേഹം എഴുതാനുള്ള കാരണം വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം ബയാനുൽ ഖുർആൻ എഴുതുന്ന സമയത്ത് ആ ഒരു ഗ്രന്ഥത്തിൻ്റെ മുഖവുരയായി അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതം അദ്ദേഹം പരിപൂർണമായിട്ട് എഴുതി രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ തുടക്കത്തിൽ മുഖദ്ദിമയിൽ വരുന്ന ഒരു ഭാഗത്ത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്തത്. മലയാളത്തിൽ ഏകദേശം 300 പേജുകളിലായി 130-ലധികം അധ്യായങ്ങൾ ഈ ഒരു ഗ്രന്ഥത്തിൽ വരുന്നുണ്ട്. ഇത് ഭാഷാന്തരം നടത്തിയത് അബ്ദുറഹീമാണ്. ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നഷ്റു ഇഷാഅത്ത് ഖാദിയാൻ എന്ന പഞ്ചാബിലെ ഒരു സംഘടനയാണ്. അവരാണ് ഈ ഒരു ഗ്രന്ഥം പബ്ലിഷ് ചെയ്തത്. നബി തങ്ങളുടെ ജീവിതം അതിനു മുമ്പ് നബി തങ്ങളുടെ ഈ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന വിവരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് മുമ്പേ തന്നെ അദ്ദേഹം ചരിത്രം എഴുതാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. മുൻകാല അറേബ്യൻ ചരിത്രം അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് ഭൂമിയിലുണ്ടായിരുന്ന പ്രപഞ്ചത്തിലുണ്ടായിരുന്ന രാജാക്കന്മാരെക്കുറിച്ചും വിവരങ്ങളൊക്കെ അദ്ദേഹം വളരെ വിശദീകരിച്ച് അദ്ദേഹം ഒന്നാമത്തെ ഒരു ചാപ്റ്ററിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതം മുതൽ പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിൽ കാണപ്പെട്ട ഓരോ അനുഭവങ്ങളും ഓരോ സംഭവങ്ങളും വളരെ രസകരമായ രീതിയിൽ വായനക്കാരെ ആകർഷിക്കുന്ന രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുകയാണ്. ഭാഷാശൈലിയും രചനാശൈലിയും നമുക്ക് ഉറുദു ഭാഷയിൽ അത് വായിക്കുകയാണെങ്കിൽ അത് ഉറുദു ഭാഷയിൽ വായിക്കാൻ കഴിയുന്നവർക്ക് ഉറുദു ഭാഷയിൽ വായിക്കലാണ് കുറച്ചുകൂടി നല്ലത് എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയുകയാണ്. അത്രയും ക്ലിയറായ ഉറുദു ഭാഷയിലാണ് അദ്ദേഹം ഈ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. വായിക്കാൻ വളരെയധികം നല്ല സുഗമമായ രീതിയിലുള്ള ഉറുദു ഭാഷയാണ് അവിടെ അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. ആളുകൾക്ക് വേഗം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിരുന്നാലും മലയാളത്തിലേക്ക് ഒരു ഗ്രന്ഥം വരുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിലുള്ളൊരു വിവർത്തനം ആകാം എന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി. അത് അബ്ദുറഹീം എന്നവർ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു മേഖലയിൽ അധികം കഴിവുണ്ടോ എനിക്കറിയില്ല. അദ്ദേഹത്തിനോട് യോജിച്ച രീതിയിലുള്ളൊരു വിവർത്തനം അദ്ദേഹം എഴുതാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ചുകൂടി നല്ലൊരു കാതികനായൊരു വ്യക്തിക്ക് ഇത് എഴുതാൻ കൊടുത്തെങ്കിൽ കുറച്ചുകൂടി നന്നാകുമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭാഷയിൽ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ്റെ ജനനം, വിവാഹ ജീവിതം, പിന്നെ അതുപോലെ തന്നെ നബുവത്തിൻ്റെ ആരംഭം, മക്കയിൽ നബി തങ്ങളുടെ കൂടെയുള്ള സ്വഹബത്ത് കാര്യങ്ങൾ, പിന്നെ ഹിജ്റ, ബദർ, ഉഹദ്, ഫത്ഹു മക്ക, പിന്നെ അവസാനം വിടവാങ്ങൽ പ്രസംഗം, അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ വഫാത്ത് തുടങ്ങിയ നബി തങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ ടച്ച് ചെയ്ത് നമ്മുടെ ഗ്രന്ഥം പോകുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് തന്നെ ഓരോ പാഠങ്ങളും ഓരോ അധ്യാപനങ്ങളും അദ്ദേഹം നൽകുമ്പോൾ ഓറിയൻ്റലിസ്റ്റുകൾക്ക് എതിരെയായിട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനം കൂടി അദ്ദേഹം ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓറിയൻ്റലിസ്റ്റുകൾക്കുള്ള കൃത്യമായ മറുപടികൾ, പ്രത്യേകിച്ച് നബി തങ്ങളുടെ വിവാഹ സംബന്ധിയായ വിവരങ്ങൾ പറയുമ്പോൾ ഓരോ വിവാഹം നബി തങ്ങൾ കഴിക്കാനുള്ള കാരണങ്ങളും അതിനുള്ള കൃത്യമായിട്ടുള്ള വിവരണങ്ങളും അദ്ദേഹം ചുവടെ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഓറിയൻ്റലിസ്റ്റുകൾ ചർച്ച ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ വാർ സ്ട്രാറ്റജീസുകളെ കുറിച്ച് കൃത്യമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. നബി തങ്ങളുടെ ജീവിതം അത് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലൂടെ നബി തങ്ങളുടെ സ്വഭാവത്തിലൂടെ നമ്മൾ ആവാഹിച്ചെടുക്കണമെന്നുള്ള വലിയ സന്ദേശം ബഷീറുദ്ദീൻ മിർസ മഹ്മൂദ് അഹമ്മദ് നമുക്ക് ഈ ഒരു ഗ്രന്ഥത്തിലൂടെ നൽകുന്നുണ്ട്. എന്നിരുന്നാലും ഒരു ഗ്രന്ഥമാണ് അതിന് കാണാൻ സാധിച്ച അല്പം പരിമിതികളാണ്. അഹ്മദിയ ഖാദിയാനിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സുന്നികളെ സംബന്ധിച്ചിടത്തോളം അവർ കാഫിരീങ്ങളായിട്ടാണ് നമ്മൾ എണ്ണുക എന്ന് പറയാം.
സുന്നികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒഴിവാക്കി വിട്ട നമ്മുടെ കൂട്ടത്തിൽ പെടുത്താത്തൊരു വിഭാഗമാണ് അഹമ്മദിയ ഖാദിയാനികൾ. അപ്പം ആ ഒരു വിശ്വാസപ്രകാരം അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം അതിൻ്റേതായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇസ്രാ മിഅ്റാജ് സംബന്ധിയായ വിഷയങ്ങൾ, വിധങ്ങളുടെ മുഅ്ജിസത്തുകൾ സംബന്ധിയായ വിഷയങ്ങൾ, അതിനൊന്നും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാതെ ഇസ്രാ മിഅ്റാജ് പാടെ ഒഴിവാക്കിയതായി കാണാൻ സാധിച്ചു. മുഅ്ജിസത്തുകളും ഒരുവിധം ഒഴിവാക്കിയതായി കാണാൻ സാധിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരമുള്ള ഏതാനും ചില കടന്നുകയറ്റങ്ങൾ, കടത്തലുകൾ അദ്ദേഹം ഈ ഒരു ഗ്രന്ഥത്തിൽ നടത്തിയതായിട്ട് വീക്ഷിക്കാൻ സാധിച്ചത്. അപ്പം പുതിയ വായനക്കാരാണെങ്കിൽ നിങ്ങളത് വായിക്കുമ്പോൾ എന്താണ് ഇതിൽ ഇസ്രാ മിഅ്റാജ് ഇല്ലാത്തതെന്ന് സംശയിക്കേണ്ട. അദ്ദേഹത്തിൻ്റെ വിശ്വാസപ്രകാരമാണ് ഈ ഒരു ഗ്രന്ഥം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എന്നിരുന്നാലും ഓറിയന്റലിസ്റ്റുകൾക്കുള്ള കൃത്യമായ മറുപടി നൽകാൻ ബഷീറുദ്ദീൻ മുഹമ്മദ് അഹമ്മദ് ശ്രമിച്ചിട്ടുണ്ട്. ഈ ഒരു സീറ പഠനത്തിലേക്ക് കടന്നു വരുന്ന ചെറിയ വിദ്യാർത്ഥികൾക്കാണ് ഞാനൊരു ബുക്ക് റെഫർ ചെയ്യുന്നത്. അവർ വായിക്കലാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അവർ വായിക്കുമ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഈ ഒരു പരിമിതി മനസ്സിലാക്കേണ്ടതുണ്ട്. യുക്തിപൂർണമായ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എഴുത്ത് വരുന്നത്. ഒറ്റ വായനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ ഐഡിയോളജിക്കലായിട്ടുള്ള മുന്നേറ്റങ്ങൾ അദ്ദേഹം ഈ ഒരു ഗ്രന്ഥത്തിലൂടെ നടത്തുന്നുണ്ട്. അതിനുള്ള ഒരുപാട് ആരാധകളും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ സലഫി, സുന്നി, ഷിയ, ഷാഫി അങ്ങനെയുള്ള മദ്ഹബുകളിലൊക്കെ കാണുന്ന മുഅ്ജിസത്ത് സംബന്ധിച്ച വിഷയങ്ങളൊന്നും ഇവിടെ കൂടുതലായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ തങ്ങളുടെ ഇസ്രാ മിഅ്റാജ് സംബന്ധിയായ വിഷയങ്ങളൊന്നും അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി മുതിർന്നിട്ടില്ല. ഈ ഒരു ഗ്രന്ഥം അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വായിച്ച് തീർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് നടന്നു പോയ അല്ലെങ്കിൽ ഒന്ന് കണ്ണോടിച്ച് പോയ ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്കത് അൽഹംദുലില്ലാ ലഭിച്ചിട്ടുണ്ട്. നിങ്ങളും ഇത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. കേവലം 300 പേജുകൾ മാത്രമേ ഉള്ളൂ. 130-130ലധികം അധ്യായങ്ങളിലൂടെ അദ്ദേഹം അല്ലാഹുവിൻ്റെ ഹബീബിനെ പരിപൂർണമായിട്ട് വായിക്കുവാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഈ ഗ്രന്ഥം നിങ്ങളും വായിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. മലയാളത്തിൽ ഈ ഒരു ഗ്രന്ഥം പബ്ലിഷ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രന്ഥങ്ങൾ ലഭിക്കുകയാണെങ്കിൽ, പുസ്തകം ലഭിക്കുകയാണെങ്കിൽ പുസ്തകം തന്നെ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. എനിക്ക് പുസ്തകം അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ PDF വായിച്ചിട്ടാണ് ഈ ഒരു ഗ്രന്ഥം പരിപൂർണമായിട്ട് വായിച്ചു തീർത്തത്. ഇംഗ്ലീഷിൽ വായിക്കാൻ സാധിക്കുന്നവർക്ക് അതിൽ വായിക്കുകയാണ് കുറച്ചുകൂടെ ഉചിതം. ഈ ഉറുദു ഭാഷയിൽ കഴിവുള്ളവരാണെങ്കിൽ ഉറുദു ഭാഷയിൽ തന്നെ ഖുർആനിൻ്റെ മുഖദ്ദിമയിലായി നബി തങ്ങളുടെ ചരിത്രം, ഹയാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വിശദീകരിച്ച് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായിക്കാൻ കഴിയുന്നവർ അത് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെ ഏവരെയും അവൻ്റെ സുഖലോക ജന്നത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.